അഴിമതി കുറ്റമാണ് അമേരിക്കയിൽ അദാനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതും ശതകോടികളുടെ വഞ്ചന നടത്തിയത്. കുറ്റപത്രത്തിൽ ഗൗതം അദാനിയുടെയും അനന്തരവൻ സാഗർ അദാനിയുടെയും ഉൾപ്പെടെ 8 പേരുണ്ട്. കേസിൻ്റെ ഉള്ളടക്കം വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അദാനിയുടെ ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനി സോളാർ വിതരണ കരാർ ലഭിക്കാൻ ഇന്ത്യയിലെ പല അധികാരികളും കോടിക്കണക്കിന് പണം കൈക്കൂലി നൽകിയിരുന്നു. ഈ വിവരങ്ങൾ മറച്ചുവെച്ച ഏകദേശം $3 ബില്യൺ സമാഹരണം വായ്പകൾ വഴിയും ബോണ്ടുകൾ വഴിയും അദാനി ഗ്രൂപ്പ് അമേരിക്ക ഉൾപ്പെടെ വിദേശ നിക്ഷേപകരിൽ നിന്ന് കണ്ടെത്തി. പണം സമാഹരിക്കാൻ നിക്ഷേപകരെ അദാനി ഗ്രൂപ്പ് വഞ്ചിച്ചു. കമ്പനിയുടെ അഴിമതി വിരുദ്ധ നയങ്ങളാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും കൈക്കൂലി വിവരങ്ങൾ മറച്ചുവെക്കുകയും ഒക്കെ ചെയ്തു എന്ന് US അറ്റോർണി ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. കൈക്കൂലി വാഗ്ദാനങ്ങൾ ഏകദേശം $265 മില്യൺ വരും. അതായത് നമ്മുടെ 2030 കോടി രൂപ. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിനും അസുർ പവർ ഗ്ലോബലിനുമാണ് അഴിമതിയിൽ പങ്കുള്ളത്. കേന്ദ്രത്തിന് കീഴിലുള്ള സോളാർ എനർജീസ് ലിമിറ്റഡ് കോർപ്പറേഷന് നിശ്ചിത തുകയിൽ സോളാർ എനർജി വിതരണം ചെയ്യാമെന്നായിരുന്നു അദാനി ഗ്രൂപ്പിൻ്റെ കരാർ. പക്ഷേ ഈ വൈദ്യുതി വാങ്ങാൻ സോളാർ എനർജി കോർപ്പറേഷന് വൈദ്യുത വിതരണ കമ്പനികളെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ കരാർ എവിടെയും എത്താതെ ആയപ്പോഴാണ് അദാനി നേരിട്ടിറങ്ങുന്നത്. കുറ്റപത്രത്തിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് അദാനി ഗ്രൂപ്പ് കരാറിന് വേണ്ടി സമീപിച്ചത്. ആന്ധ്രയിൽ അദാനി നേരിട്ടിറങ്ങി സർക്കാരിലെ ഒരു ഉന്നതനെ കണ്ട് 1750 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്നും ധാരണ ആയി എന്നും പരാമർശമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നത്. ഈ കേസുകൾക്ക് പിന്നാലെ അദാനിയുടെ ഓഹരി ഏകദേശം 20% ഇടിഞ്ഞു. അമേരിക്കയിലെ ബോണ്ട് വിൽപ്പന അദാനി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുമുണ്ട്. പിന്നാലെ വലിയ ആരോപണങ്ങൾ അദാനിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഉണ്ടാവുന്നു. It's now pretty clear and established in America, Mr. Adani has broken both American law and Indian law. He's been indicted in the United States. I'm wondering why Mr. Adani is still running around a free man in this country. And Mr. Adani has done apparently one 2,000 crore scam, but he's scot-free. He's running around. There's no problem. There's no investigation. And it's a vindication of what we've been saying. The Prime Minister is protecting Mr. Adani. ഇന്ത്യയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണിത്. അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണം. അഴിമതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉന്നതർക്കെതിരെയും അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. CBI അന്വേഷണമാണ് CPM ആവശ്യപ്പെട്ടിട്ടുള്ളത്. പതിവ് പോലെ ആരോപണങ്ങൾ തള്ളി അദാനി ഗ്രൂപ്പും രംഗത്ത് വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.